നരേന്ദ്രമോദിയുടെ പുരപ്പുറ സോളാർ പദ്ധതിക്ക് 40,000 കോടിയുടെ ധനസഹായം പ്രഖ്യാപിച്ച് ലോകബാങ്ക്. നമസ്കാരം, ഞാൻ ജാസ്മിൻ. രാജ്യത്തെ ഓരോ വീട്ടിലും സൗരോർജം പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന പദ്ധതിക്ക് വൻ സാമ്പത്തിക കരുത്തേകാൻ ലോകബാങ്ക് ഈ പദ്ധതിക്കായി $4.2 ബില്യൺ, അതായത് ഏകദേശം 40,000 കോടി രൂപയുടെ ധനസഹായം ഉറപ്പാക്കുമെന്നാണ് ലോകബാങ്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടെ പദ്ധതി കൂടുതൽ വേഗത്തിൽ നടപ്പാക്കാനും സാധാരണ കുടുംബങ്ങൾക്ക് ഈടില്ലാത്ത വായ്പാ സൗകര്യങ്ങൾ ലഭ്യമാക്കാനും വഴിയൊരുങ്ങി. 1 കോടി വീടുകളിൽ പുരപ്പുറ സോളാർ പാനലുകൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ 2024 ഫെബ്രുവരി 13 PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന പദ്ധതി ആരംഭിച്ചത്. പദ്ധതിക്കായി ആകെ 75,021 കോടി രൂപ ചെലവഴിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. വൈദ്യുതി ബിൽ കുറയ്ക്കുക, ശുദ്ധമായ ഊർജ്ജ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, പരിസ്ഥിതി സംരക്ഷണം ശക്തിപ്പെടുത്തുക എന്നിവയാണ് ഈ പദ്ധതിയുടെ സുപ്രധാന ലക്ഷ്യങ്ങൾ. സോളാർ വൈദ്യുതി ഉപയോഗം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ഇന്ത്യയിൽ തന്നെ സോളാർ പാനലുകളും അനുബന്ധ ഉപകരണങ്ങളും നിർമ്മിക്കുന്ന വ്യവസായങ്ങളെ ശക്തിപ്പെടുത്താനും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. ഇതിലൂടെ ഏകദേശം 17 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഹരിതോർജ്ജ മേഖലയെ സാമ്പത്തിക വളർച്ചയുടെ പ്രധാന മേഖലയാക്കി മാറ്റുക എന്നതും ഈ പദ്ധതിയിലൂടെ മുന്നിൽ കാണുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതിയോട് രാജ്യത്താകെ വലിയ ജനപിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത്. കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രി പ്രഹ്ലാദ് ജോഷി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇതിനോടകം 65 ലക്ഷത്തിലധികം ആളുകൾ പദ്ധതിക്കായി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഈ വർഷം ഡിസംബറോടെ 75 ലക്ഷം വീടുകളിലെങ്കിലും സോളാർ സംവിധാനം സ്ഥാപിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായം ഈ പദ്ധതിക്ക് വലിയ കരുത്തുപകരും. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് പദ്ധതിക്കായി $820 മില്യൺ വായ്പ അനുവദിക്കും. ഇതിനൊപ്പം ക്ലീൻ എനർജി ഫണ്ടിൽ നിന്ന് $60 മില്യൺ, ലിവബിൾ പ്ലാനറ്റ് ഫണ്ടിൽ നിന്ന് $10 മില്യൺ ഗ്രാന്റും ലഭ്യമാകും. ഈ ധനസഹായം ലഭിക്കുന്നതോടെ ബാങ്കുകൾക്കും സോളാർ കമ്പനികൾക്കും വിതരണ ഏജൻസികൾക്കും പദ്ധതി നടപ്പാക്കുന്നത് കൂടുതൽ എളുപ്പമാകും. അതോടൊപ്പം വീടുകളിൽ സോളാർ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈടില്ലാത്ത വായ്പാ സൗകര്യങ്ങൾ ലഭ്യമാക്കാനും സാഹചര്യം ഒരുങ്ങുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം സോളാർ പദ്ധതി സ്വീകരിക്കാൻ മടിക്കുന്ന സാധാരണ കുടുംബങ്ങൾക്ക് ഇത് വലിയ ആശ്വാസമാകും. 2070ഓടെ നെറ്റ് സീറോ കാർബൺ പുറന്തള്ളൽ എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ദീർഘകാല പദ്ധതിയിലും PM സൂര്യഘർ നിർണായക പങ്കുവഹിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കൽക്കരി, ഡീസൽ തുടങ്ങിയ പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളെ ആശ്രയിക്കുന്നത് കുറിച്ച് ശുദ്ധ വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് ഈ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. വൈദ്യുതി ബിൽ കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും തൊഴിൽ സൃഷ്ടിക്കാനും ഒരുപോലെ സഹായിക്കുന്ന ഹരിത പദ്ധതി എന്ന നിലയിൽ ലോകബാങ്കിന്റെ വൻ സാമ്പത്തിക പിന്തുണ PM സൂര്യഘർ പദ്ധതിക്ക് പുതുവേഗം പകരും. അങ്ങനെ ഈ പദ്ധതിയുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനുമാകും. വാർത്തയുടെ നിറം തേടി തനിനിറം.